ലോകം മുഴുവൻ ബിസിനസ് സാമ്രാജ്യമുള്ള കോടീശ്വരനായ മലയാളിയാണ് എം.എ. യൂസഫ് അലി. പക്ഷെ ഏത് നാട്ടിലായാലും സ്വന്തം നാട്ടിലെ സമ്മതിദാനാവകാശം അത് താൻ വിനിയോഗിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്റെ സമ്മതിദാനാവകാശം സ്വന്തം നാട്ടിൽ വിനിയോഗിച്ചതിലൂടെ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ബിസിനസ് ജെറ്റിൽ പറന്നെത്തി തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് രേഖപ്പെടുത്താൻ ജന്മനാടായ നാട്ടികയിലേക്ക് എത്തിയത് ബാങ്കോക്കിലെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിന്നാണ്. ബാങ്കോക്കിൽ ലുലുവിന്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തായ്ലൻഡ് വാണിജ്യമന്ത്രി നിർവഹിച്ചതിനു ശേഷമാണ് യൂസഫ് അലി ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് പറഞ്ഞത്. ഉച്ചയോടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ എം.എ. യൂസഫ് അലി ഉച്ചയ്ക്ക് 3 മണിയോടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാട്ടികയിലെത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ 1-ാം ബൂത്തായ MLP സ്കൂളിൽ വൈകിട്ടോടെ അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. UDF സ്ഥാനാർത്ഥിയായ KA ഷൌക്കത്ത് അലി, BJP സ്ഥാനാർത്ഥിയായ PV സെന്തിൽകുമാർ, LDF സ്ഥാനാർത്ഥിയായ IP മുരളി എന്നിവർ ബൂത്തിനു മുന്നിൽ അദ്ദേഹത്തെ കാത്തുനിന്നു. സ്ഥാനാർത്ഥികളോട് കുശലാന്വേഷണം നടത്തി പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയാണ് ബൂത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ കടമയും ബാധ്യതയുമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നതും ലോകത്തിലെ ഏറ്റവും വലുതും ശക്തിയുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. ഒരു കച്ചവടക്കാരനും വാർഡ് മെമ്പറും ഒരുമിച്ച് നിന്നാൽ വാർഡ് മെമ്പറിനാണ് മുൻഗണന നൽകേണ്ടത്. അദ്ദേഹം ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബൂത്തിലെത്തിയ ബാല്യകാല സുഹൃത്തിനോട് കുശലം പറഞ്ഞും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ആശംസയും നേർന്നാണ് അദ്ദേഹം മടങ്ങിയത്. എന്തായാലും താൻ ഒരു നല്ല പൗരനാണ്. എല്ലാ പൗരന്മാരും ഇതുപോലെ സ്വന്തം രാജ്യത്തോട് രാജ്യസ്നേഹമുള്ളവരും അതുപോലെ ഭരണഘടനയെ മാനിക്കുന്നവരും ആയിരിക്കണം എന്ന സന്ദേശം കൂടിയാണ് അദ്ദേഹം തന്റെ ഈ വരവിലൂടെ നൽകിയത്. ഒരു സമ്മതിദാനാവകാശം നിഷേധിക്കുക അല്ലെങ്കിൽ ആ സമ്മതിദാനാവകാശം ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല പൗരന് ചേർന്നതല്ല എന്നതാണ്. കിലോമീറ്ററുകളോളം പറന്ന്, ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം പറന്ന് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഇത്രയധികം തിരക്കുകൾ ഉണ്ടായിട്ട് പോലും സ്വന്തം നാട്ടിൽ താൻ പഠിച്ച സ്കൂളിൽ വന്ന് എല്ലാവരോടും കുശലാന്വേഷണം പറഞ്ഞു ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം തന്റെ കടമ നിർവഹിച്ചു പോയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു പൗരബോധത്തിനു മുന്നിൽ നമുക്ക് വലിയൊരു സല്യൂട്ട് നൽകാം. ന്യൂസ് ഡെസ്ക് കർമാനസ്.